ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് കമ്പനികളുണ്ട്, 2-3 കമ്പനികളുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കമ്പനിയിൽ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈം ആയിട്ടാണ് ആൾക്കാരെ വേണ്ടത്. അതായത് ഒരു കമ്പനിയിൽ നമ്മളൊരാളെ ജോലിക്ക് കയറ്റി കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസമെങ്കിലും ജോലി ചെയ്യണം. ഇവിടെ നിങ്ങൾ വന്ന ജോലി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ജോലി തന്നെ ചെയ്യണം. അപ്പോൾ കമ്പനികളിൽ എന്താണ് ജോലി എന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടുത്തെ വർക്ക് വരുന്നതെന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ് ഓരോരുത്തരും ഇവിടെ വരുമ്പോൾ ആ ജോലി ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കയറുമ്പോൾ അവിടെ നിൽക്കേണ്ട ഉത്തരവാദിത്തം, ജോലി തരേണ്ട ഉത്തരവാദിത്തം എൻ്റെയാണ്. അവിടെ നിൽക്കേണ്ട ഉത്തരവാദിത്തം അവിടെ കയറുന്നവരാണ്. ഇപ്പോൾ ഞാൻ എന്താണ് ഇപ്പോൾ ഇതിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് തെറാപ്പിസ്റ്റിൻ്റെ ഒരു വേക്കൻസി എടുത്ത് വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഒരാളെ തെറാപ്പിസ്റ്റിനായിട്ട് കയറ്റി. ആൾക്ക് തെറാപ്പിസ്റ്റ് ജോലിയൊന്നും അറിയില്ല, പക്ഷേ അവർ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തോളാന്ന് പറഞ്ഞു. 3 മാസം കഴിഞ്ഞാൽ സാലറിയൊക്കെ കൂട്ടി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ കയറ്റി. മലയാളീനെയാണ് കയറ്റിയത്, പേരൊന്നും ഞാൻ പറയുന്നില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ആരോടും പറയാണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ആളോട് നിർത്തിപ്പോയി. അപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിർത്തിപ്പോയപ്പോൾ എന്ത് ചെയ്തു, ആ കമ്പനി ഇപ്പോൾ നമുക്ക് ആ തെറാപ്പിസ്റ്റിൻ്റെ വേക്കൻസി തരുന്നില്ല, ഇനി നിങ്ങളുടെ ഒരാളെ പോലും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ വേക്കൻസി നഷ്ടപ്പെട്ടു. മനസ്സിലായോ? അതാണ് സംഭവിച്ചത്. പിന്നെ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ വെയർ ഹൗസിലാണെന്നുണ്ടെങ്കിലും നമ്മളൊരു കമ്പനിയിൽ കയറ്റി കഴിഞ്ഞാൽ ഒരു 3 മാസമെങ്കിലും അവിടെ ജോലി ചെയ്യണം. അല്ലാതെ ഒരാൾ ഒരു കമ്പനിയിൽ വരിക, ഒരു 10-15 ദിവസം ജോലി ചെയ്യുക, എനിക്കിത് പറ്റണില്ല അതുകൊണ്ട് അടുത്ത കമ്പനി പോവുക, അവിടെ 10-15 ദിവസം ജോലി ചെയ്യുക, അങ്ങനെ ഓടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഓടാനേ സമയം ഉണ്ടാവുള്ളൂ. അവിടെ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫുള്ള് സാലറി കിട്ടുന്നത് അതും കൂടെ ആലോചിക്കാം. പിന്നെ ഇപ്പം ഞാൻ വഴി അല്ലാണ്ടും വന്ന ആൾക്കാരെ പല രീതിയിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി ചില സാഹചര്യങ്ങളിലാണെങ്കിൽ കൂടി അവർ ഇപ്പോൾ ഒരു കമ്പനിയിൽ ഇപ്പോൾ നമുക്കൊരാളെ വേണം. അപ്പോൾ നമുക്കൊരു 10 പേര് ഒരു കമ്പനിയിൽ ഇപ്പോൾ ഒരു മാനേജർ എടുക്കാം എന്ന് സംബന്ധിച്ച് നമ്മളൊരു 10 പേരെ നമ്മളൊരു കമ്പനിയിൽ ജോലിക്ക് കയറ്റുവാണ്. ജോലിക്ക് കയറ്റി കഴിഞ്ഞാൽ ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് അവർ പറയുവാണ് ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, ഞങ്ങൾ നിർത്തി വേറെ ജോലിക്ക് പോകുന്ന 20 പേര് പോയി കഴിഞ്ഞാൽ ആ കമ്പനിയിലെ ഓണർ സാലറി തരുമോ? ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ചു. ഇപ്പോൾ ആ കമ്പനിയിലെ ഓണർ ഞാനാണെങ്കിൽ ഞാൻ സാലറി കൊടുക്കും. കാരണം അത്രയും പേര് ഒരു കമ്പനിയിൽ കയറുമ്പോൾ അവർ ആ പ്രൊഡക്ഷൻ കൂട്ടുവാണ്. അപ്പോൾ പെട്ടെന്ന് ഇത്രയും പേരങ്ങ് നിർത്തി പോകാൻ നേരത്ത് അവർക്ക് ആ സാലറി കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ആ പ്രൊഡക്ഷൻ പിന്നെയും ആൾക്കാരെ വേണം. കാരണം പ്രൊഡക്ഷൻ കൂട്ടിയോണ്ട് ഇവർ നിർത്തിപ്പോയാലും അവർക്ക് ആൾക്കാരെ വേണം. ആ ഒരു സാഹചര്യത്തിൽ അവിടെയും നമ്മളോട് അവർ തെറ്റിയേക്കുവാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമുക്ക് കുറച്ച് കമ്പനികൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ സ്വന്തം റിസ്ക് എടുത്ത് കയറ്റിയപ്പോൾ നമ്മൾ വിചാരിക്കണ പോലെയല്ല. ക്ലൈൻറ്റ് നാട്ടിൽ നിന്ന് നമ്മൾ വിളിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് ജോലി, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് നമ്മൾ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഓരോ ജോലിയുടെ വീഡിയോയും ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് ജോലി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. ആ ജോലി അവർക്ക് കൊടുക്കും. നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ടോളാം, എനിക്ക് എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു വന്ന ആൾക്കാർ ഇവിടെ വന്ന് 1 മാസം കഴിയുമ്പോൾ തന്നെ എനിക്ക് ഈ ജോലി വേണ്ട, വേറെ ജോലി വേണം, അങ്ങനെ പറയുവാണ്. അതെങ്ങനെ പോസിബിളാവും? പിന്നെ വേറെ ജോലി ഇപ്പോൾ ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ ഒരു 10 ദിവസം കഴിയുമ്പോൾ തന്നെ വേറെ ജോലിയിലോട്ട് മാറണത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒരു കമ്പനി കയറിയിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞാൽ വേണമെങ്കിൽ പറ്റുള്ളതെന്നുണ്ടെങ്കിൽ മാറ്റാം, അതൊന്നും കുഴപ്പമില്ല. കാരണം അത് ഒട്ടും ചെയ്യാൻ പറ്റാത്തതാണ്. പക്ഷേ ഈ ജോലിയുടെ വീഡിയോ കണ്ടിട്ട് ഞാനിത് ചെയ്തോളാം എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് തന്നെ ചെയ്തേ പറ്റുള്ളൂ. കാരണം നമുക്ക് ഡയറക്റ്റ് ഇവിടെ ഒരു എംപ്ലോയിക്ക് ജോലി കൊടുക്കാൻ സിമ്പിളല്ല. ഓക്കെ, ഒരാൾക്ക് ഇവിടെ ജോലി കൊടുക്കാൻ അതിനനുസരിച്ചുള്ള കഷ്ടപ്പാടുകളുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ഓരോ കമ്പനികൾ കണ്ടുപിടിച്ച ആൾക്കാർക്ക് ജോലി റെഡിയാക്കുന്നത്. അപ്പോൾ വരുന്ന ആൾക്കാർ നാട്ടിൽ നിന്ന് ജോലി ചെയ്തോളാം, ജോലി ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് വരുന്നവർ ജോലി ചെയ്തേ പറ്റുള്ളൂ. മനസ്സിലായി? അപ്പോൾ ആ ഒരു തിരിച്ചറിവ് എല്ലാവരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് ഇവിടെ നമ്മൾ ഒരു സഹായം ചോദിച്ച് ഇപ്പോൾ നമ്മൾ ആരും കോണ്ടാക്ട് ചെയ്താലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാറുണ്ട്. പക്ഷെ എങ്കിൽ കൂടി നമ്മളൊരു കമ്പനിയിൽ കയറ്റി കഴിഞ്ഞാൽ അവിടെ പിടിച്ചു നിൽക്കേണ്ട ഉത്തരവാദിത്തം അവരുടെയാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയണല്ല.
മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ജോലികൾ നമ്മൾ കറക്റ്റായിട്ട് തരും, അതുപോലെ തന്നെ സാലറിയും കറക്റ്റായിട്ടൊക്കെ കിട്ടും. ഓക്കെ, അത് ഞാൻ ഗ്യാരണ്ടി പറയാം. പക്ഷെ അവിടെ നിൽക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളെയാണ്. നിങ്ങളിപ്പോൾ അവിടെ കയറിയിട്ട് 20 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞ് നിർത്തിപ്പോയി കഴിഞ്ഞാൽ സാലറി ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? കാരണം ഒരു കമ്പനിയുടെ ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു 3 മാസമെങ്കിലും നിൽക്കുന്ന ഒരാൾക്കാരെയാണ് വേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം എല്ലാവർക്കും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. ഇപ്പോൾ ഇനി മുതൽ പുറത്തെ ഏത് ഏജൻറ്റ് എനിക്ക് ക്ലയൻറ്റിന് ജോലി ചോദിച്ച് വിളിച്ചാലും ഞാൻ ചെയ്ത് കൊടുക്കത്തില്ല. ഞാൻ ആ പരിപാടി നിർത്തി. ഓക്കെ, ഇനി നമ്മൾ വഴി ആരെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കും. ഇതുവരെ നമ്മൾ വഴി വന്ന ഒരാൾക്ക് പോലും ജോലി ഇല്ലാണ്ട് ഇവിടെ ഇരുന്നിട്ടില്ല. എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്, അത് അവർക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നമുക്കിപ്പോൾ KFCയുടെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ KFCയിൽ എന്താണ് ജോലി എന്നുള്ള വീഡിയോ ഞാനിപ്പോൾ ഇടുന്നുണ്ട്. അത് നിങ്ങളെന്തായാലും കണ്ടു നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടില്ലേ, ഈ KFCയിൽ ജോലി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 സെക്ഷൻ ഉണ്ടാവും KFCയിൽ. 1 മണിക്കൂറിന് പല KFCയിൽ പല പല രീതിയിലാണ് സാലറി ജനറേറ്റ് ചെയ്യുന്നത്. 1 മണിക്കൂറിന് 240 രൂപ 270 രൂപ വരെ കൊടുക്കുന്ന KFC ഉണ്ട്. എങ്കിൽ പോലും അവിടെ അക്കോമഡേഷൻ ഇല്ല, ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. വർക്കുള്ള സമയത്ത് ഭക്ഷണം കിട്ടും. മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട്, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ കൂടുതലും ക്ലീനിങ് ജോലി ആയിരിക്കും. മോർണിംഗ് ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ജോലികൾ വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതായത് നമുക്ക് ബർഗർ അതുപോലെ തന്നെ ചിക്കനും കാര്യങ്ങളും മേക്ക് ചെയ്യാം. 1 മിനിറ്റിനുള്ളിൽ ഇത്ര സാധനങ്ങൾ ഓർഡർ ഉണ്ടാക്കണമെന്നുള്ള ഒരിതുണ്ട്. 1 മിനിറ്റിനുള്ളിൽ ബർഗർ ഉണ്ടാക്കുക, അതൊക്കെയാണ് ടാസ്ക് വരുന്നത്. പിന്നെ വേറെ ജോലി അതിൻ്റെ ഉള്ളിൽ വേറെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാവ് കുഴക്കലാണ്. അതായത് KFC മിക്സ് ചെയ്യണ മാവ് കുഴക്കലാണ് അതിൻ്റെ ഉള്ളിൽ വേറെ ജോലിയായിട്ട് വരുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ പിന്നീട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് ആണ്, പിന്നെ കട്ടിങ് ഉണ്ട്. അങ്ങനെ പല പല സെക്ഷനാണ് KFC. പിന്നെ ബില്ലിങ്, KFC തന്നെ നമുക്ക് ഓർഡർ അനുസരിച്ച് കൊണ്ടുപോയി സാധനങ്ങൾ കൊടുക്കൽ, അങ്ങനത്തെ ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പല പല സെക്ഷൻ KFC ജോലി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അക്കോമഡേഷൻ ഇല്ല, ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, ഫുഡ് ഉണ്ട്. 1 മണിക്കൂറിന് 240 to 260, എങ്ങനെ പോലെ ഒരു ദിവസം 3000 to 3400 നിങ്ങൾക്കൊരു ദിവസം കിട്ടും KFC ജോലി കേട്ടോ. ഓക്കെ, പിന്നെ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇപ്പോൾ ഒരു ക്ലയൻറ്റിനെ നമ്മളെ വിശ്വസിച്ചൊരു ക്ലയൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പോയിട്ട് പിക്കപ്പ് ചെയ്ത് എൻ്റെ ക്ലയൻറ്റിന് ഞാൻ കാര്യങ്ങളെല്ലാം നേരിട്ട് ചെയ്തു കൊടുക്കും. അല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാർ പറയണ പോലെ എൻ്റെ ക്ലയൻറ്റ് വരുമ്പോൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന പരിപാടി നമുക്കില്ല. ഇപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ക്ലയൻറ്റിനെ കൊണ്ടുവരും, അത് ഇവിടെ എത്തിയിട്ട് വേറെ ആൾക്കാരെ വിളിച്ചിട്ട് പിക്കപ്പിന് പോയി വേറെ ആൾക്കാരെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കും. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളിതേ പിക്കപ്പും ചെയ്ത് നല്ല ഹോസ്റ്റലും കൊടുത്ത് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ ജോലി കയറ്റി അവർ ഓക്കെ ആണോ അതുവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂടി ഇപ്പോൾ ഈ അടുത്തായിട്ട് 10-11 പേര് വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ ജോലിക്ക് കയറി കറക്റ്റായിട്ട് വർക്കിന് പോകുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാവർക്കും കിട്ടുന്നുണ്ട്, അവർ ഹാപ്പിയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. ഇത് ആരെയും നമ്മൾ കുറ്റപ്പെടുത്തിയോ ഒന്നും പറയണില്ല. ഇവിടുത്തെ കാര്യം എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യണം, പണിയെടുക്കാൻ പറ്റാത്ത ഒരാൾ പോലും ഇങ്ങോട്ട് വരണ്ട. ഓക്കെ, ജോലി ചെയ്യാൻ പറ്റുമോ കാശുണ്ടാക്കാം, അത് ഉറപ്പാണ്. നിങ്ങളിവിടെ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്യാഷ് ഉണ്ടാക്കാം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ,
അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഇനിയും വരാനുണ്ട്. അപ്പോൾ എനിക്ക് പറ്റുന്ന സഹായം ഞാൻ ചെയ്തു തരും. ജോലി ചെയ്യാൻ നേരാണോ നിങ്ങൾക്ക് ഇവിടെ കാശുണ്ടാക്കാൻ, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.